2022 മോഡൽ, വെറും 10,000 കിലോമീറ്റർ മാത്രമുള്ള LXi വേരിയൻറ്റിലുള്ള വണ്ടിയാണ്. കിലോമീറ്റേഴ്സൊക്കെ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ അതെ, വളരെ ലോ കിലോമീറ്ററാണ്. ഇത് വന്നിട്ട് 2016 സെലേറിയാണ്. സെക്കൻഡ് ഓണർ. ആകെ 11,000 കിലോമീറ്റർ മാത്രമുള്ള ലോ കിലോമീറ്റർ വണ്ടിയാണ്. അടുത്തായിട്ട് വാഗണറിൻ്റെ തന്നെ ഒരു മാനുവൽ വെർഷനാണ്. 1.2 ZXi ആണ് വരുന്നത്. 2022 മോഡൽ, 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക വാഗണർ പോലത്തെ വണ്ടികളാണ്. ഇത് വാഗണറിൻ്റെ തന്നെ 2019 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. VXi ആണ് വേരിയൻറ്റ് വരുന്നത്. അടുത്തൊരു വണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മോഡലാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് മോഡലാണിത്. 2019 വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരമാണ്, ഈഞ്ചക്കൽ പോപ്പുലർ ട്രൂ വാലിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ, അതായത് ഇപ്പം ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടാത്തതും എന്നാൽ സിംഗിള് സെക്കൻഡ് ഓണർ എന്നുള്ള രീതിയിൽ നോക്കുന്നതുമായ വണ്ടികൾ നോക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അതായത് ഓൾട്ടോ, സ്വിഫ്റ്റ്, ഹുണ്ടായുടെ വണ്ടികൾ, അങ്ങനെയുള്ള ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അതിനുപരി എന്നെ നേരിട്ട് വാട്സപ്പ് വഴിയൊക്കെ ചാറ്റ് ചെയ്ത ചില ചേട്ടന്മാരുണ്ട്, അവർക്കും കാണാം. കാരണം വാഗണർ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. ആ വാഗണർ നോക്കുന്നവർക്ക് കാണാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കും. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാനുള്ള വീഡിയോ ആണ്, മിസ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. ട്രൂ വാലിയുടെ പോപ്പുലർ അല്ലേ? അതെ അതെ, പോപ്പുലറിൻ്റെ ട്രൂ വാലിയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ട്രൂ വാല്യൂവിൻ്റെ ചീത്തപ്പേര് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മാന്യമായ വിലയൊക്കെ തന്നെ ആയിരിക്കുമോ പറയുന്നത്, അതോ ട്രൂ വാല്യൂ എപ്പോഴും പറയുന്ന പോലെ അത്യാവശ്യം വില കൂടുതലാണ് എന്നുള്ളതാണോ ടാഗ് ലൈൻ? മാർക്കറ്റിൽ നിന്ന് കുറച്ച് റേറ്റ് കൂടുതൽ വരുന്നുണ്ട്. കാരണം നമുക്ക് അതിനനുസരിച്ച് ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. വണ്ടിക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുള്ളൂ. വിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ എന്നുള്ളതാണ്. അതെ അതെ, ഈവൻ നമ്മൾ നെയിം ട്രാൻസ്ഫർ വരെ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. കസ്റ്റമറിന്റെ പേരിലാക്കി അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അവർ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുമൊന്നും വേണ്ട, എല്ലാം കമ്പനി തന്നെയാണ്. അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്കായിട്ട് ആദ്യത്തെ വണ്ടി വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്നത് 2013 ഓൾട്ടോ ആണ്. ഇത് വരുമ്പോഴേക്കും സെക്കൻഡ് ഓണർ വണ്ടി, 65,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണറാണ്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? അല്ല, അങ്ങനെ മേജർ ആക്സിഡന്റ് ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വിൽക്കില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളാണെങ്കിൽ തന്നെ മൈനർ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കും, നമ്മൾ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. ഇത് ബേസ് മോഡലാണോ വണ്ടി? അതെ, LXi ആണ്. LXi ആണ്. ഈ വേറെ എന്തെങ്കിലും അപാകതകളായിട്ട് പറയത്തക്ക എന്തെങ്കിലും ഉണ്ടോ? പറയത്തക്ക അപാകതകളൊന്നുമില്ല. വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. മൈനർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ പോളിഷ് ചെയ്യുമ്പോൾ അങ്ങ് പോകത്തില്ലേ? പോളിഷ് ചെയ്യുമ്പോൾ പോകും. ഇല്ലെങ്കിൽ ഇൻ കേസ് പെയിന്റിങ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുമല്ലോ? അത് ക്ലിയർ, ഇത് പോളിഷിൽ പോകാവുന്നതൊക്കെ ഉള്ളൂ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 225 ഇപ്പോൾ ചോദിക്കുന്നത് കമ്പനി. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം? ഇതൊരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതിയാവും. ബാക്കി ഫിനാൻസ് കിട്ടുന്ന 50,000. എത്ര വർഷം വരെയൊക്കെ ലോൺ സൗകര്യം കാണും? 2013 വണ്ടി ഏകദേശം ഒരു 2 വർഷം 3 വർഷം വരെയൊക്കെയാണ് നോർമലി കിട്ടാറ്. 4 വർഷം വരെ ചെയ്യുന്നവരും ഉണ്ട്. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് 2014 മോഡൽ ഓൾട്ടോ ആണ്. ഓൾട്ടോ 800 LXi ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ, 51,000 കിലോമീറ്റർ ആകെ. 51,000 സെക്കൻഡ് ഓണറാണ്. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവർ അങ്ങനെ എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതും മാനുവലാണോ? മാനുവലാണ്. ഓൾട്ടോയിൽ മാനുവലേ വരുള്ളൂ. അല്ല, അതല്ല ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ബേസ് ആണോ എന്ന് ചോദിച്ചത്. ബേസ് ആണ്. ഈ ടയർ എല്ലാം നല്ല ടയേഴ്സ് തന്നെ, ഒരു ക്വാളിറ്റി ടയേഴ്സ് ആണ് ഉള്ളത്. എത്ര ഓടി? 51,000. എത്ര ചോദിക്കുന്നത്? 265 ചോദിക്കുന്നത്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത് 2021 മോഡൽ ഓൾട്ടോ ആണ്. ഏകദേശം 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ തന്നെയാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ളൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ടോ? ആൻഡ്രോയിഡ് അല്ല, ടച്ച് തന്നെയാണ്, നോർമൽ ടച്ചാണ്. ഈ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഇതും ബേസ് ആണ്, മോഡൽ ബേസ് ആണ്. ഇത് വാറണ്ടി എല്ലാം വരുന്ന വണ്ടിയാണ്. വരുമ്പോഴേക്കും 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എത്ര ചോദിക്കുന്നത് 4 ആ റേഞ്ചിലാണ് ചോദിക്കുന്നത്. 4. അടുത്തതായിട്ട് ഒരു ഓൾട്ടോ തന്നെയാണ് നമുക്കുള്ളത്. 2022 മോഡൽ, വെറും 10,000 കിലോമീറ്റർ മാത്രമുള്ള LXi വേരിയൻറ്റിലുള്ള വണ്ടിയാണ്. കിലോമീറ്റേഴ്സൊക്കെ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ അതെ, വളരെ ലോ കിലോമീറ്ററാണ്. ഇതും ബേസ് തന്നെയാണ്. അതെ അതെ, ഇതിൻ്റെ സീറ്റ് ഇത് ബേസ് അല്ല, VXi ആണ് വരുന്നത്. VXi
അതെ, ഓ പവർ വിൻഡോ അവിടെ ഉണ്ടല്ലേ? പവർ വിൻഡോ. ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. VXA ആണ്. സ്റ്റീരിയോ ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്, കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നത്. കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. നല്ല ടയേഴ്സാണ്. കിലോമീറ്റർ കുറച്ചല്ലേ ഓടി? കിലോമീറ്റർ കുറച്ചേ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപെയിന്റ് ഉണ്ട്, അല്ലാണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മൈനർ സ്ക്രാച്ചസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്നത് 410 ചോദിക്കുന്നത്. 410. 2021 മോഡൽ എക്സ്പ്രസ്സോ ആണ്. സിംഗിൾ ഓണർ, 32,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. VXA ആണ് ഓപ്ഷൻ. അഡീഷണൽ സീറ്റ് കവർ, ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓ അഡീഷണൽ ചെയ്തതാണോ? അഡീഷണൽ ചെയ്തതാണ്. സീറ്റ് കവറൊക്കെ പുതുതായിട്ട് അദ്ദേഹം ചെയ്തതാണോ? പുതിയതായിട്ട് കസ്റ്റമർ ചെയ്തതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 475 ചോദിക്കുന്നത്. 475. അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ, നല്ല ടയറാണ്. വാറണ്ടി കാര്യങ്ങളെല്ലാം കിട്ടുന്നുള്ള വണ്ടിയാണ്. ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? ഇറങ്ങിയപ്പോൾ 5.25, 6 അടുത്ത് വരും. അത്ര ഉണ്ടായിരുന്നു. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല മാരുതിയിൽ ഇപ്പം നിലവിലുള്ള സീരീസിൽ ഏറ്റവും നല്ലോണം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇതാണ് അല്ലേ? അതെ, ഒരു ആവറേജ് തന്നെ 18-19 സുഖമായിട്ട് കിട്ടും. എ സിയിൽ അടുത്ത അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് മിക്കവരും ചോദിച്ചു വരാറ്. അങ്ങനെയുള്ള ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക വാഗണർ പോലത്തെ വണ്ടികളാണ്. ഇത് വാഗണറിന് തന്നെ 2019 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. VXA ആണ് വേരിയൻ്റ് വരുന്നത്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല. മൈനറായിട്ട് ഫ്രണ്ടിൽ ഒരു പ്രാവശ്യം തട്ട് കിട്ടിയിട്ടുണ്ട്. ബമ്പർ മാറിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് ഒന്നും മാറിയില്ലല്ലോ? ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ്, കുഴപ്പമില്ലാത്ത ടയേഴ്സാണ്. ഇതും വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 5.75. മേജർ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ വാറണ്ടി കിട്ടത്തില്ലല്ലോ? വാറണ്ടി കിട്ടില്ല, നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. കിട്ടത്തില്ല. അതെ, ഇത് നമ്മൾ കൊടുക്കുന്ന വാറണ്ടി അല്ല, മാരുതിയിൽ നിന്ന് വരുന്ന വാറണ്ടിയാണ്. മാരുതിക്ക് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്, ഇന്നതാണ് കാരണങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിലൊന്ന് മേജർ ആക്സിഡന്റ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. 5.75. അടുത്തായിട്ട് വാഗണറിൻ്റെ തന്നെ ഒരു മാനുവൽ വെർഷനാണ്. 1.2 ZXA ആണ് വരുന്നത്. 2022 മോഡൽ. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ? 32. പ്രൂഫും കാര്യമെല്ലാം വൃത്തിയായിട്ട് ഒരു കുഴപ്പമില്ല. 4 പവറിൻ്റെ ആണ് അല്ലേ? 4 പവർ വിൻഡോ വരും. ബാക്കി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് അല്ല, നോർമൽ സ്റ്റീരിയോ ആണ്. നോർമൽ സ്റ്റീരിയോ. അത് കമ്പനിയിൽ നിന്ന് വരുന്നത് തന്നെയല്ലേ? കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് വന്നിട്ട് 6.10. 6.10. ഇത് ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ട്? ഇറങ്ങുന്ന സമയത്ത് ഒരു 7-7.25 റേഞ്ചിൽ വരും. ആ റേഞ്ച് വരും. ഇത് വന്നിട്ട് 2016 സെലേറിയോ ആണ്. സെക്കൻഡ് ഓണർ. ആകെ 11,000 കിലോമീറ്റർ മാത്രമുള്ള ലോ കിലോമീറ്റർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്, നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. അല്ല, ഈ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഓണറും ആയെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ എടുത്തിട്ട് അധികം ഓടിച്ചില്ലായിരുന്നു. വൈഫിന് വേണ്ടിയിട്ട് എടുത്താണ്. ഓ അങ്ങനെ. പുള്ളി പോയപ്പോഴേക്കും ഗൾഫിലായിരുന്നു കസ്റ്റമറിൻ്റെ വീട്. ഓ അങ്ങനെ കസ്റ്റമർ തിരിച്ച് ഗൾഫിലേക്ക് പോയ സമയത്ത് വണ്ടി കൊടുത്തിട്ട് പോയതാണ്. അത്യാവശ്യം ടയർ കണ്ടീഷനൊക്കെ നീറ്റാണ്. VXA ആണ് വേരിയൻ്റ് വരുന്നത്. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്നത് ഒരു 4 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണ്? 2016. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. ടയറൊക്കെ ആദ്യ ടയർ തന്നെയാണ്. നീറ്റ് ടയറാണ്. നീറ്റ് ടയർസ് തന്നെ. വണ്ടിയും വണ്ടി നീറ്റാണ്. കുഴപ്പമൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ഏറ്റവും കൂടുതൽ ഡിസൈർ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ ഡിസൈറിനാണ്. ആ ഡിസൈറിൽ തന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണിത്. ഓട്ടോമാറ്റിക്. ഇപ്പോഴത്തെ മോഡലിലൊക്കെ എല്ലാം AMT ആണ് വരുന്നത്. ഇത് പക്ഷേ പ്രോപ്പർ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ഒക്കെ വരുന്ന എഞ്ചിനാണ്. ഓ, ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2014 വണ്ടിയാണ്. 2014. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്നത് 4.5 താഴെയാണ് ചോദിക്കുന്നത്. 4.45 വരും. 4.45. 5,000 രൂപ താത്തല്ലോ അല്ലേ? നോർമലി കറക്റ്റ് ഇട്ടേക്കുന്ന പ്രൈസാണ് ഞാൻ പറഞ്ഞത്. അല്ല, 4 താഴെ എന്ന് പറഞ്ഞിട്ട് 5,000 രൂപ താത്ത, അതാ ഞാൻ ചോദിച്ചേ. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് ഇട്ടേക്കുന്നത് അല്ലേ? ടയേഴ്സ് കുഴപ്പമില്ലാത്ത ടയേഴ്സാണ്. എത്ര രൂപ ഇറക്കായി വണ്ടി? ഇത് വന്നിട്ട് ഒരു 50,000 60,000 ആ റേഞ്ചിൽ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് ഒക്കെ കിട്ടുന്നത്. 5 വർഷം ലോണും കിട്ടുമല്ലോ? 4 വർഷം വരെയാണ് മിക്കവാറും കിട്ടുക. 5 വർഷം വരെ ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. അടുത്തായിട്ട് ന്യൂ ഷേപ്പിൽ വരുന്ന ഡിസൈറാണ്. 2017 മോഡൽ. സെക്കൻഡ് ഓണർ. 43,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. VXA ആണ് വേരിയന്റ് വരുന്നത്. മാനുവലാണ് അല്ലേ? മാനുവലാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചാണ്? ആൻഡ്രോയിഡ് സിസ്റ്റം കസ്റ്റമർ വെച്ചതാണ്. ഇത് സെക്കൻഡ് വേരിയന്റ് ആണോ അതോ? സെക്കൻഡ് മിഡിൽ വേരിയന്റ്. മിഡിൽ.
ടയർ പോയി കേട്ടോ, ടയർ കുറച്ച് ഇതാണ്. അത് നമ്മൾ നല്ല ടയർ ഇട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് ടയർ കുഴപ്പമില്ല, ബാക്ക് ടയർ മുട്ടായി. ടയർ ഉറപ്പുണ്ട്. കുറച്ച് മൈനർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയൊന്നുമില്ല. അതെല്ലാം ക്ലിയർ ചെയ്തല്ലേ? എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് 5.5 ചോദിക്കുന്നത്. 5.5. അടുത്തായിട്ട് പരിചയപ്പെടുത്താനുള്ള 2019 മോഡല് ബലേനോ ആണ്. ഡെൽറ്റയാണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ, 62,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? മേജർ അങ്ങനെ അപാകതയുള്ള കാര്യങ്ങളായിട്ടൊന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയിൽ സീറ്റ് കവർ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് കിടക്കുന്നത്. ടയറൊക്കെ ആവറേജ്. ടയറൊക്കെ ആവറേജ് എന്നേ പറയാനുള്ളൂ. എത്ര ചോദിക്കുന്നത്? 6.5 ചോദിക്കുന്നത്. 6.5. ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കാം. 50-ന് മേളിൽ വേണ്ടി വരും. ഒരു 1 ആ റേഞ്ചിൽ വേണ്ടി വരും. 1 രൂപ വേണ്ടി വരും. നമുക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടും. 80-85% വരെയൊക്കെ ഫണ്ടിങ് കിട്ടും. എന്നാലും 1 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അടവ് കുറഞ്ഞിരിക്കും. 1 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ അടവ് കുറഞ്ഞിരിക്കും. ഒരു 80 ഒക്കെ മിനിമം മതിയാവും. അടുത്തായിട്ട് ഹ്യുണ്ടായി വണ്ടികളിൽ ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ നിൽക്കുന്നൊരു വണ്ടിയാണ്. 2014 ഇയോൺ ആണ്. സിംഗിൾ ഓണർ, 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 32? അതെ അതെ, ജെനുവിൻ കിലോമീറ്റേഴ്സ്. ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതെ അതെ, ഹ്യുണ്ടായിലെ ഓട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. എൻട്രി ലെവലാണ്. എൻട്രി ലെവലാണ്. മൈലേജ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഒരു 18 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നവർ ഉണ്ട്. യൂസേഴ്സിനെല്ലാം അത്ര റേഞ്ച് കിട്ടാറുണ്ട്. ഓരോ ആൾക്കാരെ യൂസ് പോലെ. ഈ പെട്രോൾ വണ്ടികൾക്ക് എപ്പോഴും ഓടിക്കുന്ന പോലെ ഇരിക്കും മൈലേജ്. എന്നാലും എങ്ങനെ ഓടിച്ചാൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഹ്യുണ്ടായി വണ്ടിയാണത്. എത്ര ചോദിക്കുന്നത്? 2.75 ചോദിക്കുന്നത്. 2.75. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ തന്നെ ഒരു പ്രീമിയം ഹാച്ച് എന്ന് പറയാൻ പറ്റിയൊരു വണ്ടിയാണ്. i20 ആണ് വരുന്നത്. സെക്കൻഡ് ജനറേഷൻ എലൈറ്റ് i20 ആണ് വരുന്നത്. 2017 മോഡല്, സെക്കൻഡ് ഓണർ, 62,000 കിലോമീറ്റർ. 62 ഓടിയിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. മാറ്റ് 3D മാറ്റാണ് കിടക്കുന്നത്. ഇത് സെക്കൻഡ് വേരിയന്റ് ആണോ? സ്പോർട്സ് വേരിയന്റ് ആണ്. അതായത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് ആയിട്ട് നല്ല ടയേഴ്സ് ആണ്. മാറിയിട്ടേക്കും അല്ലേ? അതെ അതെ അതെ. റീപ്ലേസ്മെന്റ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. ബോണറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഗ്ലാസ് മാത്രം മാറി. അല്ല, അങ്ങനെ വല്ല വന്ന് അടിച്ചായിരിക്കും. അങ്ങനെ എന്തോ അടിച്ചതാണ്. അല്ല, ബോണറ്റ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അല്ല. എത്ര ചോദിക്കുന്നത്? 5.20 ആണ്. 5.20. അടുത്തൊരു വണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മോഡലാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് മോഡലാണത്. 2019 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, 43,000 കിലോമീറ്റർ. അഡീഷണലി സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ, കുറച്ച് ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിനും ആംബിയൻസ് ലൈറ്റ് ഒക്കെ ഉണ്ടോ? ആംബിയൻ ലൈറ്റ് അഡീഷണൽ ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ ഓഫ് ആക്കിയിട്ടേക്കാണ് നമ്മൾ. അല്ല, ഞാൻ ചോദിച്ചോ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് ഉണ്ട് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 6.65 ചോദിക്കുന്നത്. 6.65. ടയറൊക്കെ ആവറേജ് ടയറുണ്ട്. അഡീഷണൽ അലോയ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. സെപ്പറേറ്റ് കയറ്റിയതല്ലേ? അലോയ് കയറ്റിയ വണ്ടിയാണ്. ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാം? ഇതും ഏകദേശം ഒരു 1 ആ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാം. നമ്മുടെ കളക്ഷനിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ വന്നൊരു വണ്ടിയാണിത്. 2019 മോഡൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. സ്പോർട്സ് വേരിയൻ്റ് ആണ് വരുന്നത്. അതായത് ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ളത്. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, റിയർ AC വെൻ്റ്, പവർ വിൻഡോ കൺട്രോൾ, അങ്ങനെ എല്ലാം വരുന്ന വണ്ടിയാണ്. ഒരു ഫീച്ചർ റിച്ച് വണ്ടി ചെറിയ ബഡ്ജറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 14-15 ആവറേജ് വരുന്നത്. ആവറേജ്. ഇത് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ചെറിയൊരു ഡെന്റും ഒരു സ്ക്രാച്ചും ഉണ്ട്. മാർക്ക് കൊടുക്കും. അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. വണ്ടിയിൽ നിന്ന് ജസ്റ്റ് വന്നതേ ഉള്ളൂ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. മൈനർ സ്ക്രാച്ച് കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആ സൈഡിലെ ഒരു നല്ല ടയേഴ്സ്, അലോയ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. സ്റ്റോക്ക് അലോയ്സ് ആണ് വരുന്നത്. എത്ര ചോദ്യം? എത്ര? ഇത് 5.65 ചോദിക്കുന്നത്. 5.65. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള എല്ലാത്തരം വണ്ടികളും കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാത്തരം വണ്ടികളും ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പല കമ്പനികളുടെ വണ്ടികളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. വാഗണർ എടുക്കാൻ പറഞ്ഞ ആ ചേട്ടാ താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.